തെന്നിന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയയായ ഒരു നടിയാണ് ഇന്ന് നേരെ ചൊവ്വയിലെ അതിഥി. സിനിമയിലേറെയും ശാലീന വേഷങ്ങളിലാണ് കണ്ടിരിക്കുന്നത്. എന്നാൽ സിനിമയ്ക്ക് പുറത്ത് അവർ പുതിയ കാലത്തിൻ്റെ വക്താവാണ്. ബോൾഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. പക്ഷെ അത് കേൾക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ കരിയർ സിനിമ അഭിനയം, നാളെ അത് തുടരണമെന്ന് നിർബന്ധമില്ല. ഈ വൈരുദ്ധ്യങ്ങളിലേക്കാണ് നേരെ ചൊവ്വയിലൂടെ പത്മപ്രിയ കടക്കുന്നത്. പത്മപ്രിയയിലേക്ക്. പത്മപ്രിയ വളരെ ബുദ്ധിമതിയായ ഒരു അഭിനേത്രിയാണെന്നാണ് പലരും പറഞ്ഞ് കേട്ടിരിക്കുന്നത്. അത് ശരിയാണോ? അങ്ങനെയൊക്കെ വിളിക്കുന്നത് ആസ്വദിക്കുന്നുണ്ടോ? ഇച്ചിരി ബുദ്ധിയുണ്ട്, ഐൻസ്റ്റൈൻ ഒന്നുമില്ല. ബട്ട് ഐ തിങ്ക് ഐ ഹാവ് ഓൾവേസ് ബീൻ അക്കാഡമിക്കലി വെരി ഗുഡ്. ഒരു ഇൻ്റലിജൻറ്റ് ഐ ഡോണ്ട് നോ ഇഫ് ഐ എം എൻ ഇൻ്റലിജൻറ്റ് ആക്ട്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ അബൌട്ട് ലാലേട്ടൻ എനിക്ക് ആദ്യം വെൻ ഐ വാസ് ഡൂയിങ് വടക്കുനാഥൻ വിത്ത് ഹിം, ഹി സെഡ് ദാറ്റ് ദ ലൈഫ് ഓഫ് എൻ ആക്ടർ, ഇറ്റ്സ് എ വെരി പോപ്പുലർ ഫ്രേസ് ഓഫ് ഹിസ്, ഇസ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട്, and that is very limited. അത്ര ബുദ്ധി ആലോചിച്ചാലും അത് പോരാ. But and secondly, in Indian cinema people prefer actresses who don't have brains, so I don't know if I prefer it or I don't prefer it. പക്ഷേ കുറച്ച് ബുദ്ധി ഉണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ഞാൻ MBA ആണ്, കുറച്ച് ബുദ്ധിയുണ്ട്, ഇനി ഈ സിനിമ പോയാലും എനിക്ക് ജീവിക്കാൻ വേറെ മാർഗമൊക്കെ ഉണ്ട്. ആ ഒരു വിചാരം ഉണ്ടാക്കുന്ന മാറ്റം എന്താണ്? Compared to many other actresses, I think it keeps you in a better position. When you have a fallback option in life, ഒരു ബാക്ക് സപ്പോർട്ട് ഇരിക്കുമ്പോൾ there is definitely a reduced intensity. ഞാൻ ഇന്ന് ഒരു 6 മാസം ജോലി ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ മറ്റു കുട്ടികൾ ഒരു സിനിമ ചെയ്യുമ്പോൾ 10 സിനിമ കയ്യിലിരിക്കുമ്പോൾ അയ്യോ ഇനി 5 സിനിമ സൈൻ ചെയ്യണം, ഇനി 10 സിനിമ സൈൻ ചെയ്യണം, അങ്ങനെയുള്ള തിരക്കില്ലാത്തത് ഒരു ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് വെരി ഗുഡ്. ബട്ട് ഇൻ എ സിനിമ എൻവയറമെൻറ്റ് വിച്ച് വാണ്ട്സ് ഗ്രോത്ത് ഓഫ് ആക്ടേഴ്സ്, ഇറ്റ്സ് ദി ബെസ്റ്റ് സിറ്റുവേഷൻ. പത്മപ്രിയ വളരെ ശക്തമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉള്ള ഒരാളാണോ? സ്ട്രോങ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്? നോ, ലൈഫ് ഭയങ്കര ട്രാൻസിറ്ററി ആണ്. സോ ഐ നോ 2 months ബാക്ക് വാട്ട് ഐ വാസ് ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഐ ആം ടുഡേ, ബട്ട് ഐ ഹാവ് വെരി സ്ട്രോങ് വാല്യൂ സിസ്റ്റംസ്. ഇതുവരെ പ്രവർത്തിച്ച ഈ സിനിമാ രംഗത്തെ വാല്യൂ സിസ്റ്റം, അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഐ തിങ്ക് എസ്പെഷ്യലി ഞാൻ ജോലി ചെയ്ത ആൾക്കാർ ഇൻട്രാക്ഷൻസ് ഭയങ്കര യൂണീക്കായിരുന്നു. ഇഫ് ടുഡേ ഐ എം സിറ്റിംഗ് ഹിയർ, ഇഫ് ടുഡേ I have definite opinions about cinema, it's all been because of them. They are people with very strong value systems. അത് നമ്മൾ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് മാത്രം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. So I have learned culturally, emotionally, intellectually a lot from these people. So there is a definite value system. സിനിമയെക്കുറിച്ചുള്ള പൊതുധാരണ അങ്ങനെയല്ല. ഈ വാല്യൂ സിസ്റ്റത്തെക്കുറിച്ച് ഇപ്പോൾ പത്മപ്രിയ പറഞ്ഞതുപോലെയല്ല. Because it doesn't suit most people. അതുകൊണ്ടാണോ? Definitely. Cinema is one of the most liberal fields of work. ഡാൻസിലും അത്ര ലിബറൽ ഇല്ല. there are various forms of arts. I am a dancer. As a dancer, the kind of liberal feelings which are there in cinema I haven't seen in dance. ഞാൻ ആർട്സിൽ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ. So obviously what is not convenient to somebody else, they try and tarnish and say it's inconvenient. That's what I feel. പലരുടെ ഒരു വിചാരമുണ്ട്, ഒരു സിനിമാ നടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറച്ചു വയ്ക്കാൻ ഉണ്ടാവും എന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറച്ചു വെക്കാനൊന്നും ഇല്ലേ? എല്ലാവരുടെ ജീവിതത്തിൽ മറച്ചു വെക്കാൻ കുറെ സാധനം ഉണ്ടാവും. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ പറയൂല. അങ്ങനെ ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടതാണ് എന്ന് കരുതുക. പക്ഷേ പത്മപ്രിയ പോലെ വളരെ തുറന്നു പറയുന്ന ഒരാൾക്ക് ഒന്നും മറച്ചു വെക്കാനില്ല എന്നാണ് പല ആളുകളും കരുതുന്നത്. അത് ശരിയാണോ? അല്ല, എൻ്റെ ലൈഫിലെ കുറെ സാധനങ്ങളിൽ ഞാൻ മറച്ചു വെക്കുന്നു. ബട്ട് മൈ ഒപ്പീനിയൻസ് ആർ വെരി ഓണസ്റ്റ്. ഞാൻ ഏത് കുറച്ച് സംസാരിച്ചാൽ അതിനെ ഓണസ്റ്റ് ആയിട്ട് പറയും. പറയാത്ത സാധനങ്ങൾ കുറേ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അത് പറയാത്തത്? certain things are meant to be personal. It's supposed to be yours. It can be an opinion also. It can be an opinion on politics. It can be an opinion on cinema. It can be anything. It can be a relationship. It can be anything. പക്ഷേ certain things are meant not to be said, and that's how life is. That's the whole. Something has to belong to me. അല്ല, ഒരു പക്ഷേ ഇപ്പം നമുക്ക് പറ്റിയ ഒരു അബദ്ധം അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു തെറ്റ്, അത് പറയുന്നതിന് വിഷമം ഉണ്ടാവില്ല. ഇപ്പോൾ ജീവിതത്തിൽ പത്മപ്രിയ റിഗ്രറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ലൈഫിൽ 2 വാക്ക് എനിക്ക് അറിഞ്ഞൂടാ, റിഗ്രറ്റ് ആൻഡ് ഗിൽറ്റ്. ഐ ഹാവ് ദീസ് 2 things don't exist in my dictionary. ഈ 2 സാധനങ്ങൾ എനിക്ക് വിശ്വാസമില്ല. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചിട്ട് എടുക്കണം.
അത് പിന്നെ തെറ്റിപ്പോയാൽ തെറ്റിപ്പോയി, എക്സ്പീരിയൻസ് അനുഭവിക്കാം. വാട്ട് എവർ എക്സ്പീരിയൻസ് യു ഗെറ്റ് ഫ്രം ഇറ്റ് ഹാസ് ടു ഹാവ് സം പോസിറ്റീവ്. ഒരു നെഗറ്റീവ് ഫോളോ ഔട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ പോസിറ്റീവ് ഫോളോ ഔട്ട് ഓഫ് ഇറ്റ്. സാധാരണ നടിമാരെക്കുറിച്ച് കേൾക്കുന്ന തരത്തിലുള്ള ഗോസിപ്പുകളൊന്നും പത്മപ്രിയയെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടില്ല. എന്നാൽ സാധാരണ കേൾക്കാത്ത ചിലത് കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഒരു സെറ്റിൽ വെച്ച് അടി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ദേഷ്യം വരുന്നു, അങ്ങനെയൊക്കെ കേട്ടിട്ടുമുണ്ട്. ഈ സാധാരണ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാമുകന്മാരുടെ പേരിനോടൊപ്പം ഒക്കെയാണ് കേൾക്കുക. അതൊക്കെ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇല്ല ഇല്ല, എന്ത് ചെയ്യാൻ പറ്റും? കാമുകൻ ഇല്ലെങ്കിൽ ഇല്ല. അല്ല, ഇല്ലാത്തത് കൊണ്ടാണോ അതോ മറച്ചു വെക്കാൻ കഴിയുന്നത് കൊണ്ടാണോ? രണ്ടും ഇരിക്കാൻ പറ്റും. It can be either of it. As far as Adi and all that is concerned, എനിക്ക് ദേഷ്യം വരും, പറ്റുന്ന ദേഷ്യം വരും. അതിൻ്റെ അഡ്വാൻറ്റേജുമാണ് ഡിസഡ്വാൻറ്റേജാണ്. ബട്ട് ഐ നെവർ ഹേർട്ട് എനിബഡി. അതിലെനിക്ക് തീരെ താല്പര്യമില്ല. ദേഷ്യം വന്നാൽ അതിലുള്ള ഒരു കാരണം ഉണ്ടാവും. ഈ പറ്റിയ സംഭവം കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഈ അടിയുടെ സംഭവം. And I don't regret whatever decisions I took during that period of time because it was not my mistake. I'm very honest about that. ആൻഡ് ഇതിനെ കുറിച്ച് പിന്നെ ആ ചേട്ടൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ പബ്ലിസിറ്റിന് വേണ്ടി ചെയ്തു എന്ന്. ഇപ്പോൾ അങ്ങനെ പോലെ ആൾക്കാരെന്നെ അടി കിട്ടിയാൽ എൻ്റെ ഭാഗ്യം വളരെ മോശമാണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? സോ ലെറ്റ്സ് കീപ് ദാറ്റ് അസൈഡ്. ആസ് ഫാർ ആസ് കാമുകൻ ഇസ് കൺസേൺ, ഇൻ സിനിമ ഐ ഡോണ്ട് ഹാവ് എനി കാമുകൻ. Different people, one home. ManoramaOnline.com, your home